ശ്രീ എം എൻ കാരശ്ശേരി സംസാരിക്കുന്നു. മലയാളിയും എം ടിയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും. അത് എനിക്ക് തോന്നുന്നത് ആ സാധാരണ ഉള്ളിൽ കുറച്ച് മറ്റുള്ളവർക്കുള്ളിൽ കുറച്ചധികം വ്യസനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 3-4 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. പിന്നെ തുഞ്ചൻ ട്രസ്റ്റിൽ അദ്ദേഹമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ഞാൻ ആ ട്രസ്റ്റ് മെമ്പറാണ് ഇപ്പോഴും. അങ്ങനെ അനവധി കാര്യങ്ങളിൽ പിന്നെ മറ്റു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ കുടുംബജീവിതം അത്തരം കാര്യങ്ങൾ ഒഴിച്ചുള്ള സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ രക്തംപുരണ്ട മൺതരികൾ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ അവസാനം ഏതാണ്ട് 25 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ വന്നത്, കൽപ്പാന്തം വരുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കഥ വന്നു. ആ കഥ വിഷുവാഘോഷം എന്നുള്ള 48-ലാണ് ആ കഥ വരുന്നത്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതിൽ ഒരു സഹപാഠികൾ ഉണ്ണി എന്നൊരാൾ മുൻകൈ എടുത്തിട്ട് അവർ രക്തം പുരണ്ട മൺതരികൾ അവർ പൈസ എടുത്ത് അടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആവേശം കൊണ്ട്. അത് കലാരാധക സംഘം എന്ന് പറഞ്ഞിട്ടാണ് പ്രസാദ സംഘത്തിൻ്റെ പേര് വെച്ചത്.